നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ കുതന്ത്രത്തിന് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹൈക്കോടതിയും ചേർന്ന് ഒരു വലിയ ആപ്പടിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ വിമാനത്താവളം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹിന്ദുക്കളും ശബരിമല ഭക്തരും അയ്യപ്പ ഭക്തരും എല്ലാം വലിയ സന്തോഷവാന്മാരായേക്കാം. കാരണം ഇത് ശബരിമലയിലെ ഒരു വികസന പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് സൗകര്യമൊരുക്കാനോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തനമായിട്ടോ അല്ല പിണറായി വിജയൻ സർക്കാർ ഈ വിമാനത്താവള പദ്ധതിയെ കാണുന്നത്. ഇവർക്ക് ഇതൊരു വലിയ ഭൂമി തട്ടിപ്പാണ്, ഇതൊരു വലിയ അഴിമതിയാണ്. ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കാരണം ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ 2570 ഏക്കറാണ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന മതപരിവർത്തന മാഫിയയുടെ വകയാണ്. അതായത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഈ പറയുന്ന മതപരിവർത്തന മാഫിയയിൽ നിന്നും എന്തിനാണ് സർക്കാർ പൊന്നും വില കൊടുത്ത് വാങ്ങുന്നത്? അതിൻ്റെ അങ്ങനെ ഒരു വാങ്ങുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു പ്രശ്നം കിടപ്പുണ്ട്. കാരണം സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരവും റവന്യൂ രേഖകൾ പ്രകാരവും ചെറുവള്ളി എസ്റ്റേറ്റ് ഈ പറയുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല. അവരുടെ ഓണർഷിപ്പ് തന്നെ വലിയ ഡിസ്പ്യൂട്ടിലാണ്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൽ നിന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കൽ നിയമവിരുദ്ധമാണ് എന്ന് സർക്കാർ തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2570 ഏക്കർ സർക്കാർ ഭൂമിയാണ് എന്ന് കേരള സർക്കാർ തന്നെ പല തവണ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് കയ്യേറ്റത്തിലൂടെ അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന മതപരിവർത്തന മാഫിയ. ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കയ്യിലുള്ള അനധികൃതമായി അവർ കൈവശം വച്ചിരിക്കുന്ന, അവർ കയ്യേറിയിരിക്കുന്ന ഭൂമി ഒരു നിമിഷം താമസിയാതെ സർക്കാർ തിരിച്ചു പിടിക്കുന്നതിന് പകരം ആ ഭൂമിയെ 2570 ഏക്കറോളം വരുന്ന ഭൂമിയെ പൊന്നും വില കൊടുത്ത് സർക്കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അഴിമതി. ഈ പണം ആർക്കാണ് പ്രയോജനപ്പെടുക, ഇതിൻ്റെ കമ്മീഷൻ ആർക്കാണ് വരിക എന്നതെല്ലാം നമുക്ക് വ്യക്തമാണ്. ഇത്തരത്തിൽ ഒരു വലിയ അഴിമതിയാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ കാണുന്ന ഒരു കാര്യമാണ് ശബരിമല വിമാനത്താവളം. ആ ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭൂമി ഏറ്റെടുപ്പ് തന്നെ ഇങ്ങനെ ഒരു വലിയ അഴിമതിയാണ്, ഒരു ഭൂമി കുംഭകോണമാണ് എന്ന് ആർക്കും വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമി അത് തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പണം കൊടുത്ത് വാങ്ങുകയല്ല. ഇത് ഹൈക്കോടതിയിൽ ഒരു ട്രസ്റ്റാണ് ഹൈക്കോടതിയിൽ പോയത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് സർക്കാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രസ്റ്റാണ് ഹൈക്കോടതിയിൽ പോയത്. ആ ഹൈക്കോടതി ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു, വാദങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിലായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സർക്കാരിന്, പിണറായി സർക്കാരിന് എതിരെ ഒരു വലിയ നീക്കം അവിടെ നടത്തി എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അതായത് രാജ്യത്തെ വലിയ വലിയ വിമാനങ്ങൾക്ക് വന്നിറങ്ങാൻ പാകത്തിലുള്ള വലിയ വിമാനത്താവളങ്ങൾ, ഏതാണ്ട് ഇന്നിപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ വിമാനങ്ങൾക്ക് പോലും വന്നിറങ്ങാൻ ശേഷിയുള്ള വിമാനത്താവളങ്ങൾ നിർമ്മിക്കണമെങ്കിൽ വെറും 1200 ഏക്കർ ഭൂമി മതിയാകും. എന്തിനാണ് 2570 ഏക്കർ ഭൂമി എന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ ചോദിച്ചതോടുകൂടി ഈ ഭൂമി ഏറ്റെടുക്കൽ വലിയൊരു നിയമപ്രശ്നത്തിലായി. അതായത് ഭൂമി ഏറ്റെടുക്കേണ്ടതിന് ഓരോ പദ്ധതിക്കും എത്ര ഭൂമി ഏറ്റെടുക്കാമെന്നുണ്ട്. സർക്കാരിന് തോന്നുന്നത് പോലെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല. ആ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി മാത്രമേ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു നിയമത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിലും ഇരട്ടിയിലധികം ഭൂമിയാണ് ഇവിടെ ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഖജനാവിന് വലിയ നഷ്ടം വരുത്തി വയ്ക്കുന്ന കാര്യമാണ്. അതിനു പുറമെ ഡിസ്പ്യൂട്ടിലുള്ള, അതായത് സർക്കാരിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ഭൂമി തന്നെ സർക്കാരിന് മറിച്ചു വിൽക്കാൻ ചില ഭൂമാഫിയകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശബരിമല വിമാനത്താവളവുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനു പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഏറ്റെടുക്കാൻ പോകുന്നത് ആവശ്യമില്ലാത്ത ഭൂമിയാണ് എന്ന് ഹൈക്കോടതിയിൽ അറിയിക്കുന്നു. അതോടുകൂടി പിണറായി വിജയൻ സർക്കാരിൻ്റെ എല്ലാ പ്ലാനും പദ്ധതിയും പൊളിയുന്നു. അതായത് ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമവിരുദ്ധമാണെന്നും ഈ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണം, തടയണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയാണ്. കോടികളുടെ അഴിമതിയാണ് ഈ ഭൂമി തട്ടിപ്പിലൂടെ നടക്കാനിരുന്നത്. കേരളത്തിൽ സജീവമായി തന്നെ മതപരിവർത്തനത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മതപരിവർത്തന മാഫിയ, ആ മാഫിയ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ തയ്യാറായത്. അതിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹൈക്കോടതിയും ചേർന്ന് അവസാനത്തെ ആണി അടിച്ചിരിക്കുകയുമാണ്. മാത്രമല്ല ഈ ശബരിമലയിൽ ഇത്തരത്തിലൊരു വിമാനത്താവളം പണിയുക എന്ന് പറഞ്ഞാൽ അത് പാരിസ്ഥിതികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല. അവിടുത്തെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക
സംഭവിക്കുന്നതിന് പകരം പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന ഒരു എയർപോർട്ട്, ഒരു വിമാനത്താവളമാണ് അവിടെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ആ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ തീരുമാനം മണ്ടത്തരമാണ്. ആ ഒരു വശം കൂടി നോക്കിയാൽ തീർച്ചയായും വലിയ വിജയം തന്നെയാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അഴിമതിയിലൂടെ നേടാനുള്ള ഒരു വലിയ പദ്ധതിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും, അതായത് കേന്ദ്ര സർക്കാർ ഏജൻസിയായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹൈക്കോടതിയും ചേർന്ന് തകർത്തത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.